അതാ നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്ന് ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ കണ്ടൊരു സാധനം കേട്ടോ. ഇതെന്ന് പറയുന്നത് വൈറ്റ് സ്ട്രോബെറിയാണ്, അഥവാ നമ്മൾ അല്ലെങ്കിൽ ഇത് വേറൊരു പേര് പൈൻബെറി എന്നും പറയും. ഇന്നിപ്പോൾ നമ്മൾ ലുലുവിൽ പോയപ്പോൾ സ്ട്രോബെറി നോക്കുന്ന കൂട്ടത്തിൽ ആ സൈഡിൽ കണ്ടതാണ്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഫ്ലഷിൻ്റെ വന്നിട്ട് പുറമേ റെഡ് സീഡ്സാണ് വരുന്നത്. ഞാൻ ഇതിനെ കൂടുതലായിട്ട് അറിയാനായിട്ട് ഇതിനെപ്പറ്റി ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇത് ബേസിക്കലി ഫ്രം ജപ്പാനാണ്, പക്ഷേ കൊറിയ എന്നും കാണിക്കുന്നുണ്ട്. പിന്നെ അവർ പറയുന്ന ഫ്ലേവർ ചിലപ്പോൾ ഇതിനൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഉണ്ടാവും എന്നാണ് ഇതിൽ ഗൂഗിളിലുണ്ടാവുന്നത്. ഇത് ഞാൻ ഇതുവരെ കഴിച്ച് നോക്കിയില്ല, ജസ്റ്റ് നമുക്കിപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം. ഇത് 299 പാക്കാണ്, ഒരു 200 ഗ്രാംസിനകത്ത് വരുന്നുണ്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഒരു 7 പീസസ് വരുന്നുണ്ട്. 7 പീസസ് സ്ട്രോബെറി വരുന്നുണ്ട്. ഇത് ആക്ച്വലി വൈറ്റ് സ്ട്രോബെറി അല്ലെങ്കിൽ പൈൻബെറി ആണെന്ന് പറയുന്നെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആൽബിനോ ടൈപ്പ് യെല്ലോയിഷ് വൈറ്റ് ആയിട്ടാണ്, ഒരു യെല്ലോയിഷ് ടൈപ്പാണ് വരുന്നത്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൽ റെഡ് കളർ സീഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഗൂഗിൾ പറയുന്നത് ഇതിൻ്റെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ എന്നാണ് പറയുന്നത്. ഒരു 70 to 110 ഡേയ്സ് വരും ഇതിന്ന് വളർന്ന് കിട്ടാനായിട്ട്. ഒരു സെപ്റ്റംബർ ടു മാർച്ച് വരെയാണ് ഇതിൻ്റെ ടൈം പീരീഡ് വരുന്നത്. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. എനിക്ക് തോന്നുന്നത് ഇത് വളർത്തിയെടുക്കാനുള്ള ഡിഫിക്കൽട്ടി കൊണ്ടായിരിക്കും ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് വരുന്നതാണ്. ഈ പറയുന്ന ടേസ്റ്റ് കറക്റ്റാണോ നോക്കാനായിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ പാക്കിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കഴിക്കുകയാണ്, കഴുകുന്നൊന്നുമില്ല. കറക്റ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിയാണ്, കറക്റ്റ് പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. എന്നാലും വളരെ പുതിയ വെറൈറ്റി ഞാൻ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് നിങ്ങളടുത്ത് കൂടി പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും ബാക്കിയുണ്ട്. ഇത് വെച്ച് എന്തെങ്കിലും ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയിട്ട് അടുത്തൊരു ഇതായിട്ട് ഞാൻ വരും.